പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, MG യൂണിവേഴ്സിറ്റി 2026 PG BEd അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. പുതിയ മെത്തേഡ് ഓഫ് അഡ്മിഷൻ ആണ് അവർ തുടക്കം കുറിച്ചിട്ടുള്ളത്. അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഡെമോ എങ്ങനെയാണ് പരിശോധിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്നതിന്റെ വീഡിയോ ഇന്നലെ ചെയ്തിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണുക. ഈ മെത്തേഡ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അലോട്ട്മെന്റ് പരിശോധിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. എല്ലാ ദിവസവും ഈ ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഘട്ടം കഴിയുന്നത് വരെ നിങ്ങൾ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ആബിദ് ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഈ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഡേറ്റ് 19-ാം തീയതിയാണ്. ഇന്ന് 19-ാം തീയതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ ഓഫ് വില്ലിനെക്സും ഓൺലൈൻ പേയ്മെന്റ് ഓഫ് ഫീ ഡ്യൂ ടു യൂണിവേഴ്സിറ്റി ഡൗൺലോഡിംഗ് ഓഫ് അലോട്ട്മെന്റ് മെമ്മോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഒരു 24 മണിക്കൂർ കഴിഞ്ഞ് ചിലപ്പോൾ നാളെ നോക്കുമ്പോൾ ചിലപ്പോൾ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ എന്നും നിങ്ങളുടെ വെബ്സൈറ്റിൽ സ്റ്റുഡൻസ് ലോഗിൻ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തു നോക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യണം. 1695 രൂപയാണ് യൂണിവേഴ്സിറ്റി ഫീസായിട്ട് പറയുന്നത്. SC/ST വിദ്യാർത്ഥികൾക്ക് 50 രൂപയുമാണ്. ഇത് 24-ാം തീയതി വരെയാണ് ഒന്നാം അലോട്ട്മെന്റിന്റെ നടപടിക്രമങ്ങളുള്ളത്. ആ 24-ാം തീയതി വരെ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിക്കുന്നത് വരെ, അലോട്ട്മെന്റ് ലഭിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തുകൊണ്ടേയിരിക്കണം എന്നും കൂടി അറിയിക്കുകയാണ്. അഡ്മിഷൻ ഇൻ കോളേജ് ആൻഡ് പേയ്മെന്റ് ഓഫ് ഫീ ഡ്യൂ ടു കോളേജ് 24-ാം തീയതി വരെയാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം എന്നും കൂടി അറിയിക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ടത്, നിങ്ങളുടെ അപേക്ഷാ നമ്പറും യൂസർ ID ആയി ഉപയോഗിച്ച് നിങ്ങളുടെ ക്യാപ് അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷനുകൾക്കെതിരെ ഏതെങ്കിലും കോളേജ് വില്ലിനെക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഏതെങ്കിലും ഓപ്ഷൻ PG ഉണ്ട്, BEd ഉണ്ട്, ഇവിടെ BEd ഉണ്ട് കേട്ടോ. ഓക്കെ, BEdൻ്റെ ഏതെങ്കിലും ഒരു കോളേജ് വില്ലിനെക്സ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ 10 കോളേജ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 10 കോളേജിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാൻ അർഹതയുള്ള കോളേജുകൾ, ഇപ്പോൾ നിങ്ങൾക്ക് നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ 10 ഓപ്ഷനും നിങ്ങൾക്ക് കിട്ടാൻ അർഹത ഉണ്ടാവും. അതിന് നേരെ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എന്ന് കാണാം. അതിൽ ആക്സെപ്റ്റ് ബട്ടൺ നൽകി കഴിഞ്ഞാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കുക. റിജക്റ്റ് ബട്ടൺ നൽകി കഴിഞ്ഞാൽ അത് റിജക്റ്റ് ആയിട്ട് പോകും. അങ്ങനെ 1, 2, 3 ഉണ്ടാവും. അത് നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാതെ ഒന്ന് കാത്തിരിക്കട്ടെ, ചർച്ച ചെയ്യട്ടെ, ആലോചിക്കട്ടെ എന്ന് കരുതി 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിജക്റ്റ് ചെയ്ത് പോകും. അത് ഓട്ടോമാറ്റിക് ആയിട്ട് റിജക്റ്റ് ആയിട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, അവിടെ കാണുന്ന കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് അവിടെ ഇട്ടാൽ തന്നെ റിജക്റ്റ് ആയി പോകും. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അർഹത ഉള്ളതിന് അവിടെ അങ്ങനെ കാണാം. അതിനടിയിൽ വെയിറ്റിംഗ് ഫോർ വില്ലിങ്നെസ് എന്ന് കാണാം. അവിടെ നിങ്ങളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. ചിലപ്പോൾ അടുത്ത ഘട്ടം നാളെ ചിലപ്പോൾ അതിലേതെങ്കിലും ഒന്ന് ഇതിലേക്ക് വരാം, ആക്സെപ്റ്റ് ഓർ റിജക്റ്റിലേക്ക് വരാം. ആ രീതിയിലാണ് ഉണ്ടായിരിക്കുക. എന്നാലും അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ലഭ്യമായ വില്ലിനെക്സുകളിൽ ഏറ്റവും അഭികാമ്യമായ കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ വില്ലിനെസ് ശ്രദ്ധാപൂർവം സ്വീകരിക്കാം. നിങ്ങൾക്ക് അത് സ്വീകരിക്കാം, സ്വീകരിക്കാതിരിക്കാം. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാത്രം സ്വീകരിച്ചാൽ മതി. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വന്നിട്ടില്ല, നിങ്ങൾ സ്വീകരിക്കണ്ട. അങ്ങനെ നാളെ വീണ്ടും നോക്കുക, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വന്നിട്ടുണ്ടാവും, അപ്പോൾ അത് സ്വീകരിക്കാം. ഓക്കെ, ഇതിൽ സർവകലാശാല അടയ്ക്കേണ്ട ഫീസ് ഓൺലൈനായിട്ട് അടക്കുക. 1695 രൂപയാണ്. ജനറൽ വിഭാഗത്തിന്, SC/ST വിഭാഗത്തിന് 50 രൂപയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആക്സെപ്റ്റ് ഓർ ആക്സെപ്റ്റ് നൽകി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഫീസ് അടക്കണം. ഓക്കെ, യൂണിവേഴ്സിറ്റി ഫീസ് ജനറൽ വിഭാഗത്തിന് 1695, മറ്റു SC/ST വിഭാഗത്തിന് 50 രൂപയുമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കുറേ ഓപ്ഷനുകൾ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. അവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല, ആക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് എന്ത് ചെയ്യുക, ഫീസ് അടച്ച് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തു, ഫീസ് അടച്ച് കഴിഞ്ഞാൽ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. നിങ്ങളുടെ അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട്
പ്രവേശനത്തിനായിട്ട് അലോട്ട്മെന്റ് മെമ്മോയും ആവശ്യമായ എല്ലാ രേഖകളും കൊണ്ട് കോളേജിൽ പോയി അഡ്മിഷന് എടുക്കുക. പ്രവേശന നടപടികൾ പൂർത്തിയാക്കി കോളേജിൽ നിന്ന് സ്ഥിരീകരണ കൺഫർമേഷൻ സ്ലിപ്പ് കൈപ്പറ്റുക. ഇതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. ഇത് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റ് ഇതേപോലെ ഉണ്ടായിരിക്കും കേട്ടോ. ഇതിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങൾ അഡ്മിഷനിൽ താൽക്കാലിക പ്രവേശനമില്ല, ടെമ്പററി അഡ്മിഷനില്ല, എല്ലാവരും പെർമനന്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത്. കോളേജുകൾ രേഖപ്പെടുത്തുന്ന വിൽനെസ് 24 മണിക്കൂർ മാത്രമേ സജീവമായിരിക്കുള്ളൂ. അതിനാൽ ഏറ്റവും അഭികാമ്യമായ ഓപ്ഷനിലെ വിൽനെസ് 24 മണിക്കൂറിനുള്ളിൽ സ്വീകരിക്കണം. അവിടെ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് എന്ന് കാണും. അതിൽ ആ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് നിങ്ങൾക്ക് ലഭ്യമായ കോളേജുകൾ, നല്ല പഠിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ എല്ലാ ഓപ്ഷനും ലഭ്യമാവും. പഠിക്കാത്ത ആൾക്കാരാണ് ഇപ്പോൾ ഒന്നും ലഭ്യമാവില്ല, പിന്നീട് അടുത്ത നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അത് ലഭ്യമാവും. അപ്പോൾ 24 മണിക്കൂർ മാത്രമേ ആ ഓപ്ഷൻ അവിടെ ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് കാണുള്ളൂ. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സ്വീകരിക്കുക. 24 മണിക്കൂറിനുള്ളിലാണ് സ്വീകരിക്കേണ്ടത്. സ്വീകരിക്കണമെങ്കിൽ 24-ാം തീയതിക്കുള്ളിൽ ഫീസ് അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ചെയ്ത് കോളേജിൽ പോയിട്ട് പ്രവേശനം നേടണം. നിലവിലെ റാങ്ക് ലിസ്റ്റിന് 24-ാം തീയതി വരെ പ്രാബല്യം ഉണ്ടാവും. അതിനുശേഷം 2ാം അലോട്ട്മെന്റ് പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ്. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ഇതിലൊന്നും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പേടിക്കാനൊന്നുമില്ല, സെക്കൻഡ് അലോട്ട്മെന്റ് ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഇതിൽ ചിലപ്പോൾ നിങ്ങളെ കാട്ടി കുറവുള്ള ആളുകളൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ എടുത്ത് പോകും. അവർക്ക് ഏതൊന്നും ഇഷ്ടപ്പെട്ടു അവർ അഡ്മിഷൻ എടുത്താൽ അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായ ഏറ്റവും ആവശ്യമുള്ളത് നിങ്ങൾ സ്വീകരിക്കുക. ഇനി കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ അനുയോജ്യമല്ലെന്ന് തോന്നുന്ന പക്ഷം ആ വിൽനെസ് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ വിൽനെസ് ആക്സെപ്റ്റ് ഓർ റിജക്റ്റ് കാണും. അത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അവിടെ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. വിൽനെസ് സ്വീകരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുക. ഒരിക്കൽ സർവകലാശാല ഫീസ് അടച്ച് അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്താൽ സ്വീകരിച്ച വിൽനെസ് പിന്നീട് മാറ്റാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു വിൽനെസ് സ്വീകരിച്ചു, അത് നിങ്ങൾ ഒരിക്കൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അതിന് ഫീസൊക്കെ അടച്ചു കഴിഞ്ഞാൽ സർവകലാശാല അലോട്ട്മെന്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോളേജിൽ പോയി പെർമനന്റ് അഡ്മിഷൻ എടുക്കൽ നിർബന്ധമാണ്. സർവകലാശാല ഫീസ് അടക്കുന്നതിന് മുമ്പ് സ്വീകരിച്ച വിൽനെസ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നവർ പറഞ്ഞാൽ നിങ്ങൾ വിൽനെസ് കൊടുത്തു, ആക്സെപ്റ്റ് കൊടുത്തു, പക്ഷെ സർവകലാശാല ഫീസ് അടച്ചിട്ടില്ല, അങ്ങനത്തെ ആളുകൾ അത് റദ്ദാക്കണം. അതിനെന്ത് ചെയ്യണം, കോളേജിൽ ബന്ധപ്പെട്ട് ഇമെയിൽ അയച്ച് റദ്ദാക്കാൻ അഭ്യർത്ഥിക്കുകയും തുടർന്ന് കോളേജ് ബന്ധപ്പെടുകയും കോളേജിൽ വിളിച്ചതിന്റെ കാര്യങ്ങൾ പറയണം. ഏതെങ്കിലും പ്രത്യേക ഓപ്ഷനിൽ വിൽനെസ് സ്വീകരിക്കാൻ കോളേജ് അധികൃതർ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഇതിൽ നിർബന്ധിക്കുന്ന സർവകലാശാലയെ ശ്രദ്ധയപ്പെടുത്തുക. എന്ന് പറഞ്ഞാൽ ഒരു കോളേജ് പറയാം നിങ്ങൾ ഇത് നിർബന്ധമായിട്ട് ചേരാമെന്ന് ഒരു കോളേജിനും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ അത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് പറയുകയാണ്. അതിൻ്റെ ഡെമോ ഇന്നലെ കാണിച്ചിട്ടുണ്ട്, അത് നിർബന്ധമായിട്ട് കാണുക എന്നും കൂടി അറിയിക്കുന്നു. ഓക്കെ.